നമസ്കാരം. ഇറാന്റെ മിസൈൽ ശേഖരം തകർത്തെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് CIA രഹസ്യ റിപ്പോർട്ട് പുറത്ത്. വൈറ്റ് ഹൌസിന് കൈമാറിയ CIA രേഖകളിലാണ് ഇറാന്റെ സൈനിക കരുത്തിനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത്. ട്രംപിന്റെ പ്രസ്താവനകളെ പൂർണ്ണമായും തള്ളുന്നതാണ് പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്ന മിസൈൽ ശേഖരത്തിന്റെ 70% ഇറാൻ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ടെന്നാണ് CIA കണ്ടെത്തിയിരിക്കുന്നത്. മൊബൈൽ ലോഞ്ചറുകളുടെ 75% സുരക്ഷിതമാണ്. ഇറാന്റെ മിസൈൽ ശേഷി വെറും 18% കുറഞ്ഞെന്ന ട്രംപിന്റെ പ്രസ്താവന ഇതോടെ തമാശയായി മാറിയിരിക്കുകയാണ്. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ അമേരിക്ക തകർത്ത ഭൂഗർഭ മിസൈൽ സംഭരണശാലകളിൽ ഭൂരിഭാഗവും ഇറാൻ ഇതിനകം പ്രവർത്തന സജ്ജമാക്കിയതായും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. മിസൈലുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുക മാത്രമല്ല, പുതിയവ നിർമ്മിക്കാനുള്ള ശേഷിയും ഇറാൻ നിലനിർത്തുന്നുണ്ടെന്നാണ് വിവരം. ഹോർമൂസ് കടലിടുക്കിൽ ട്രംപ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പാളുന്നതായും സൂചനയുണ്ട്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഉപരോധം കുറഞ്ഞത് 3 മുതൽ 4 മാസം വരെ അതിജീവിക്കാൻ ഇറാന് സാധിക്കുമെന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നേരത്തെയുള്ള വിലയിരുത്തലുകളേക്കാൾ കരുത്തുറ്റതാണ് ഇറാന്റെ സാമ്പത്തിക പ്രതിരോധമെന്നും റിപ്പോർട്ട് പറയുന്നു. ഇറാനെ ചർച്ചാമേശയിലേക്ക് എത്തിക്കാൻ ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ഉപരോധം ആഗോള എണ്ണ വിപണിയെയാണ് തിരിച്ചടിക്കുന്നത്. അമേരിക്കയിലെ ഗ്യാസോലിൻ വിലയും ആഗോള ക്രൂഡ് ഓയിൽ വിലയും കുതിച്ചുയർന്നതോടെ ട്രംപിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമേറുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം അമേരിക്കൻ ജനതയ്ക്കുള്ളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ ഈ കണ്ടെത്തലുകളെ തള്ളിക്കളഞ്ഞ വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ രംഗത്തുമെത്തി. ഉപരോധം ഇറാന്റെ റവന്യൂ വരുമാനത്തെ തകർക്കുന്നുണ്ടെന്നും അവരുടെ നാവികസേന പൂർണ്ണമായും ഇല്ലാതായി എന്നുമാണ് ഔദ്യോഗിക പക്ഷം. ഇറാന്റെ നേതാക്കൾ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അവകാശപ്പെട്ടു. തന്റെ ഉപരോധം ഒരു ഉരുക്കുമതിൽ പോലെ ശക്തമാണെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. നാവികസേന അവിശ്വസനീയമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും ഇറാന്റെ കറൻസിക്ക് ഇപ്പോൾ കടലാസിന്റെ വില പോലും ഇല്ലെന്നും ട്രംപ് പരിഹസിച്ചിരുന്നു. സൈന്യത്തിന് ശമ്പളം നൽകാൻ പോലും ഇറാൻ ഭരണകൂടത്തിന് സാധിക്കില്ലെന്നാണ് ട്രംപിന്റെ വാദം. അതേസമയം അമേരിക്കൻ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ തോൽപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇറാനിലെ ഭരണ നേതൃത്വം. ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് തന്നെ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ ഇറാന് സാധിക്കുമെന്നാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ട്രംപ് ഭരണകൂടം നൽകുന്ന വിവരങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന കണക്കുകളും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം അമേരിക്കയിൽ വൻ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട്. നവംബറിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇറാൻ യുദ്ധത്തിലെ തിരിച്ചടികൾ ട്രംപിന് വലിയ തിരിച്ചടിയായേക്കും. ലോകരാഷ്ട്രങ്ങളും അതീവ ജാഗ്രതയോടെയാണ് നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. മധ്യേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുമെന്ന ആശങ്ക ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന CIA രേഖകൾ. ഇറാന്റെ പ്രഹരശേഷി നിലനിൽക്കുന്നതുവരെ ഇനി വരുന്ന ദിവസങ്ങളിൽ മേഖലയിലെ സാഹചര്യം കൂടുതൽ പ്രവചനാതീതമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും 14 കരാറിൽ ഏർപ്പെടാൻ അമേരിക്ക ഇറാനോട് പറഞ്ഞിട്ടുണ്ട്. ആണവ സമ്പുഷ്ടീകരണം നിർത്തുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായ താവളത്തിലേക്ക് മാറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ലാത്ത സാഹചര്യത്തിൽ പശ്ചിമ ഏഷ്യയിൽ സംഘർഷ സാധ്യതകൾ പൂർണ്ണമായും അർത്ഥത്തിൽ നിലനിൽക്കുക തന്നെയാണ്.